പട്ടിണി അടക്കുന്ന ഒരു മലയാളിയെ പോലും ഗുജറാത്തിൽ കണ്ടില്ല. പൊതുവെ നമ്മുടെ കേരളത്തിൽ നിന്ന് കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് ആണ് വികസനത്തെ പറ്റി പഠിക്കാൻ പോകുന്നത്. BJP അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വികസനം പഠിക്കാൻ ഒരു കറക്കം കറങ്ങാമെന്ന് തീരുമാനിച്ചത്? ഇവിടെ വന്ന സമയത്ത് കണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ, പട്ടിണി അടക്കുന്ന ഒരു മലയാളിയെ പോലും ഗുജറാത്തിൽ കണ്ടില്ല. അതൊക്കെ അവിടെ കേരളത്തിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മുനിസിപ്പൽ കോർപ്പറേഷന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും അതുപോലെ ഫണ്ട് സ്വരൂപിക്കാനൊക്കെ ഉള്ള ഒരു മാർഗമാണ്. അവരൊക്കെ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം, അതുപോലെ മലയാളി സമാജം ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുന്ന ഒരു ഫീലിങ്സ് ആണ് ഞങ്ങൾക്ക്. ഞങ്ങൾ അമ്പലത്തിൽ പോയി അവിടുന്ന് കിട്ടിയ സ്വീകരണങ്ങൾ എനിക്കൊന്ന് വലിയൊരു അഴിമതിയാണ് അതിലൂടെ നടത്തിയത്. ഏകദേശം 50,000 കിച്ചൺ ബിന്ന് പർച്ചേസ് ചെയ്തു. ഒരു കിച്ചൺ ബിന്നിന്റെ വില 1800 രൂപ. 50,000 കിച്ചൺ ബിന്ന് വാങ്ങിയപ്പോഴും ഒരു കിച്ചൺ ബിന്നിന്റെ വില 1800 ആണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അത്തരത്തിലുള്ള ഭീകരമായ സാഹചര്യം ഒന്നും എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള വികസനങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുവാനും അത് നമ്മളുടെ കേരളത്തിലേക്ക് വികസിത് കേരള എന്ന് പറയുന്നൊരു പ്രൊജക്റ്റോട് കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പൊതുവെ നമ്മൾ പല പരിപാടികളായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഗുജറാത്തിലെ വാർത്തകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഓൾവേസ് ഷെയർ ചെയ്യാറുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് ഒരു 3-4 വിശിഷ്ട അതിഥികൾ നമ്മൾ ബറോഡ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെയും കേരള സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാന നഗരമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയമിടിപ്പിൽ തന്നെ ഒരു മാറ്റം സൃഷ്ടിച്ച് കുറച്ചധികം BJPയുടെ വാർഡ് കൗൺസിലർമാരും മുനിസിപ്പൽ കൗൺസിലർമാരും ചേർന്നിട്ടുള്ളൊരു സംഘം നമ്മളുടെ ഗുജറാത്തിലെ ബറോഡയിലെ അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെപ്പറ്റി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 5 പേരടങ്ങുന്ന സംഘം നിലവിൽ ബറോഡയിലെത്തിയിട്ടുള്ളത്. ഫെബ്രുവരി 14-15 ദിവസങ്ങളിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം ഇവരെ നമ്മൾക്കിപ്പോൾ നമ്മുടെ ഗുജറാത്ത് മലയാളികൾക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. വികസനം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്നും അതുപോലെ തന്നെ തിരുവനന്തപുരം നിവാസികൾ അവരുടെ മണ്ടയ്ക്ക് അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അപ്പോൾ ആ വികസനം മറ്റ് നമ്മളുടെ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള വികസനങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുവാനും അത് നമ്മളുടെ കേരളത്തിലേക്ക് വികസിത് കേരള എന്ന് പറയുന്നൊരു പ്രൊജക്റ്റോട് കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സർ, ഗുജറാത്ത് ന്യൂസ് മലയാളം എന്ന നമ്മളുടെ ചെറിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. എൻ്റെ പേര് സുനിൽ എന്നാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആറ്റിപ്പുറ വാർഡിൽ നിന്നാണ് ഞാൻ ജയിച്ച് കൗൺസിലറായത്. ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന വാർഡ് കൂടിയാണ് ആറ്റിപ്പുറ വാർഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപുരാജ്. ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ പൗടിക്കോണം വാർഡിൽ നിന്നാണ് ജയിച്ചത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ വഡോദര മുനിസിപ്പാലിറ്റിയുടെ വികസനങ്ങൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകളെ കുറിച്ചെല്ലാം പഠിക്കുന്നതിനും അതെല്ലാം കണ്ട് മനസ്സിലാക്കി തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിസിറ്റാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ തുടങ്ങും. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നന്ദ ഭാർഗവ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വട്ടിയൂർക്കാവ് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ്. കഴിഞ്ഞ തവണ 2020 നെട്ടയം വാർഡിലെ കൗൺസിലറായിരുന്നു. 2 തവണയും ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ് ജയിച്ചു വന്നത്. ഇപ്പോൾ വഡോദര കോർപ്പറേഷനിൽ ഇവിടുത്തെ വികസന മാതൃകകൾ പഠിക്കുന്നതിലേക്കായി വന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ M. പ്രമോദ് കുമാർ, ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. 65 വർഷമായിട്ട് CPMൻ്റെ ഭരണത്തിലിരുന്ന ഒരു പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ ബുധനൂർ പഞ്ചായത്ത്. പുന്നപ്പറയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമരപരിപാടികൾ നടന്നിട്ടുള്ള ബുധനൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഞാൻ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജിയുടെ ക്ഷണമനുസരിച്ച് ഈ മുനിസിപ്പാലിറ്റിയിലെയും മറ്റും
പ്രവർത്തനം കണ്ടു മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനം വിപുലീകരിക്കുക എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വഡോദരയിൽ വന്നിട്ടുള്ളത്. ജഗീഷ്, അപ്പം എല്ലാവർക്കും ഒരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഒരു കേരളത്തിലെ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് ജനങ്ങളായാലും ശരി, അല്ലെങ്കിൽ ചിലപ്പം ഓൾ ഓവർ ഇന്ത്യ കരുതിയിരുന്നൊരു സംഭവമാണ് നിങ്ങൾ കൂടി പ്രാവർത്തികമാക്കിയെടുത്തത്. ചെറിയ മെനക്കേടായിരിക്കത്തില്ല, ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം. അപ്പം ഇപ്പം ഓൾറെഡി നമ്മളുടെ പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൽ നിന്നിട്ട് ഏകദേശം ഒരു 150ഓളം പേരടങ്ങുന്ന ഒരു സംഘം ഡൽഹിയിലേക്ക് പോയതും നമ്മളുടെ ശ്രീ പ്രധാനമന്ത്രിജിയുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ വളരെ മാറ്റമാണ് ഉണ്ടായത്. തിരുവനന്തപുരം വർഷങ്ങൾക്ക് ശേഷം CPM കോൺഗ്രസും CPM LDF UDF മാറി തിരിഞ്ഞും ഭരിച്ച ഒരു നാട്ടിൽ ഇപ്പം ആദ്യമായി BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഒരു കോർപ്പറേഷൻ ആദ്യമായി പിടിച്ചിരിക്കുകയാണ്. ആ ഒരു ഇതിൽ അതുപോലെ തന്നെ ഒരുപാട് പഞ്ചായത്തുകളും ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാവരും ഡൽഹിയിലേക്ക് പോയി. വളരെ ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കുക, ഞങ്ങളുടെ എല്ലാം സ്വപ്നം കാണുന്നതിനപ്പുറമായിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയ സ്വീകരണവും. കാര്യം ഒരു പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ കണ്ട് ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ഒരാളായി ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അവിടുന്ന് കിട്ടിയ സ്വീകരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. അത് എങ്ങനെ വിവരിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഇപ്പം ഞങ്ങൾ ഗുജറാത്തിലുള്ള മലയാളികൾക്കറിയാം. വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്നിട്ട് ഇന്ന്, അതായത് ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് പ്രധാനമന്ത്രിയായിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ഇപ്പം വാർഡ് കൗൺസിലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വാർഡ് പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു അതിനെപ്പറ്റിയും ചിലപ്പം തീർച്ചയായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ കണ്ടു അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ കോളേജിൽ ലെക്ചേഴ്സ് പഠിപ്പിക്കുന്നത് കൂട്ട് പൊതുമധ്യത്തിൽ ഇറങ്ങി നടന്നൊരു മൈക്കുമായിട്ട് ക്ലാസ് എടുക്കുന്ന കൂട്ടുള്ളൊരു പരിപാടി. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും ഒരാൾ നമ്മളൊരു എങ്ങനെയാവണം ജനങ്ങളിലേക്ക് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എന്താവണം നമ്മൾ ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും അദ്ദേഹം എത്രത്തോളം കാഴ്ചപ്പാടുള്ള മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ്. ഓരോ കാര്യങ്ങളും ഒരു പഞ്ചായത്ത് ലെവലിൽ ഒരു ലോകം തന്നെ ആദരിക്കുകയും ലോകം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായ നിർദ്ദേശം തന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പ്രാവർത്തികമാക്കിയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉപദേശം ഞങ്ങളെല്ലാം ശിരസാ വഹിക്കുകയാണ്. ഇനിയും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ 150 സംഘങ്ങളായിട്ട്, അല്ല 150 ആളുകൾ പോയത്, 119 ആളുകൾ പോയതിൽ പലരെയും പല ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് അയച്ചിരിക്കുകയാണ്. സൂറത്ത്, ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അഹമ്മദാബാദ്, ബറോഡ, സൂറത്ത്, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ MP, ഇൻഡോർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും ആളുകളെ വിട്ടിട്ടുണ്ട്. സർക്കാസം ആണെന്ന് വിചാരിക്കരുത്. പൊതുവേ നമ്മുടെ കേരളത്തിൽ നിന്ന് കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് ആണ് വികസനത്തെപ്പറ്റി പഠിക്കാൻ പോകുന്നത്. BJP അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വികസനം പഠിക്കാൻ ഒരു കറങ്ങാമെന്ന് തീരുമാനിച്ചത്? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വികസനമാണ് നമ്മൾ ആദ്യം. അതായത് നമ്മൾ പണ്ട് ഗുജറാത്തിനെ കുറിച്ച് ഉരുൾപൊട്ടലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും കൊണ്ട് നശിച്ച ഒരു നാടായിട്ടാണ് നമ്മളെല്ലാം ഭൂകമ്പം വളരെ മോശം അവസ്ഥയിലാണ് ഞങ്ങൾ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ആ നാട് ഒരു മുഖ്യമന്ത്രി വരികയും അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വികസിതമായ സംസ്ഥാനമായി മാറുകയും ചെയ്തൊരു നാടാണ് ഇത്. അപ്പം നമ്മൾ കണ്ടു പഠിക്കേണ്ടത് എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സുഖവാസം കഴിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയല്ല. ഈ നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയോട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തി വന്ന വികസനങ്ങളാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും നമ്മുടെ 10 സംഘങ്ങളെ തിരിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കോർപ്പറേഷനിലെത്തിക്കാണ് ഞങ്ങൾ വിട്ടത്. അങ്ങനെ അതായത് സൂറത്ത്, ഭോപ്പാൽ, ആഗ്ര, ഭുവനേശ്വർ, വഡോദര, അങ്ങനെ ഇന്ത്യയിൽ തന്നെ 10 കോർപ്പറേഷനിലെത്തിക്കാണ് ഞങ്ങൾ പോയത്. ഓരോരുത്തരും ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതിശയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കൃത്യമായി ഈ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളവിടെ അറിയിക്കുകയും അതെല്ലാം ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഡൽഹിയിൽ നിന്നിട്ട് തിരിച്ച് വന്നു.
ബറോഡയിലേക്ക് എത്തി. ബറോഡയിൽ മലയാളികളുടെ വക ചെണ്ടമേളം ഉൾപ്പെടെ ഉള്ളൊരു സ്വീകരണം അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മലയാളികളുടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളുടെ മലയാളി പ്രതിനിധികളോടൊപ്പം ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് പുറം നാട്ടിൽ വന്നതിന് ശേഷം മലയാളികളുടെ എസ്പെഷ്യലി ഗുജറാത്തിലെ വല്ല മലയാളികൾ പൊതുവെ നമ്മളും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കാണാറുണ്ട്. ഗുജറാത്തിനെ പറ്റി പൊതുവെ മലയാളികൾ അങ്ങനെ നല്ലതല്ല പറയാറുള്ളത്. ഈവൻ അതുപോലെ തന്നെ ഗുജറാത്തിൽ താമസിക്കുന്ന മലയാളികളെ രാഷ്ട്രീയപരമായിട്ട് മറ്റൊരു രീതിയിലാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മലയാളി സംഘടനകളും സമാജങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പോകുന്നത് കണ്ടിട്ട് എന്താണ് തോന്നിയത്? നമ്മൾ വരുന്ന സമയത്ത്, അതായത് ഡൽഹിയിൽ നിന്ന് ഇപ്പം വഡോദരയിലേക്ക് യാത്ര തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. കാരണം മറ്റ് നഗരസഭകളിലേക്ക് പോവുക, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെ ഇങ്ങനൊരു സ്വീകരണം ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ സാഹചര്യം മനസ്സിലാക്കുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് രണ്ടാമത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വന്നവരിൽ പകുതി പേർ മലയാളികളാണ്. പിന്നീട് നമ്മൾ വലിയൊരു സ്വീകരണം കിട്ടി, ഗംഭീരമായിട്ടുള്ള സ്വീകരണമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു എക്സ്പീരിയൻസ് ആണത്. ഒരിക്കലും മറക്കില്ല, കാരണം അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ നമുക്ക് വേറൊരു സ്ഥലത്ത് സ്വീകരണം തരിക എന്ന് പറഞ്ഞത്. അതോടൊപ്പം അത് വിത്ത് ശിങ്കാരി മേളം. ശിങ്കാരിമേളം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ടോ അതിനെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സ്വീകരണമായിരുന്നു അവിടെ നമുക്ക് ലഭിച്ചത്. ആയിട്ടുള്ള കുട്ടികളാണ് അതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ട്രെയിൻ ആയിട്ടുള്ള കുട്ടികളാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടെ വഡോദര കോർപ്പറേഷനിൽ ചെന്ന സമയത്ത് നമ്മൾ അവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണറായിട്ട് സംസാരിച്ചു. പുള്ളി പറഞ്ഞത് ഏകദേശം വഡോദരയിൽ മാത്രം 2 ലക്ഷത്തോളം മലയാളികളുണ്ടെന്നാണ്. മൊത്തം ഗുജറാത്തിൽ 10 ലക്ഷത്തോളം മലയാളികളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ. ഇപ്പം നേരത്തെ നമുക്കറിയാം, മോദിജി CM ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ കൈലാസ്നാഥൻ മലയാളിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു പോണ്ടിച്ചേരി ഗവർണറാണെന്നാണ് എൻ്റെ വിശ്വാസം, ലഫ്റ്റനന്റ് ഗവർണർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം ഒരുപാട് മലയാളികൾ, നമ്മളെ വഡോദരയുടെ മുനിസിപ്പൽ കമ്മീഷണർ അദ്ദേഹം മലയാളിയാണ്. കേരളത്തിലെ മൂന്നാർ സ്വദേശിയാണ് അദ്ദേഹം, അരുൺ മഹേഷ് ബാബു. അതോടൊപ്പം നിരവധി ഉദ്യോഗസ്ഥർ ഗുജറാത്തിൻ്റെ സംസ്ഥാന ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം മലയാളികളാണ്. കേരള സമാജത്തിൻ്റെ ഓഫീസ് ഞങ്ങൾ ഇന്ന് സന്ദർശിച്ചു, അയ്യപ്പ ക്ഷേത്രം സന്ദർശിച്ചു. അപ്പം മലയാളികൾ ഗുജറാത്തിൻ്റെ വികസനത്തിലും ഗുജറാത്തിൻ്റെ പുരോഗമനത്തിലും പുരോഗതിയിലും മലയാളികൾക്ക് നല്ലൊരു പങ്കുണ്ട്. 2 ദിവസം എൻ്റെയർ എൻ്റെയർ ബറോഡ ഒന്ന് കറങ്ങി. പല പ്രൊജക്റ്റുകൾ കണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള, ട്രാഫിക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നത്, എൻ്റെ ഒരു ധാരണയാണ്, സാധാരണഗതിയിൽ നമ്മളുടെ കേരളത്തിലൊക്കെ ചിലപ്പോൾ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത പല ടെക്നോളജീസും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് ചുരുക്കി പറയാൻ സാധിക്കുമോ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ളൊരു ബറോഡ എക്സ്പീരിയൻസ്? ഇവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഇന്നുമായിട്ട് ഇന്നലെ നമ്മൾ വഡോദര കോർപ്പറേഷനിൽ പോയി മേയറെ കണ്ടു, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മുനിസിപ്പൽ കമ്മീഷണർ. അപ്പോൾ വഡോദരയുടെ ബഡ്ജറ്റ് തന്നെ ഏകദേശം 7000 കോടി രൂപയിലധികമാണ്. 7000 തൊട്ട് 8000 കോടി രൂപ വരെയാണ് വഡോദരയുടെ ബഡ്ജറ്റ്, വഡോദര കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ്. അതേസമയം തിരുവനന്തപുരം നഗരത്തിൻ്റെ ബഡ്ജറ്റ് 1000 മുതൽ 1500 കോടി രൂപ വരെയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച ആകെ പ്ലാൻ ഫണ്ട് 410 കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിനെ വഡോദരയായിട്ട് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം വഡോദര കോർപ്പറേഷൻ്റെ കീഴിലും സ്വന്തമായിട്ട് അവർക്ക് ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് നഗരം മൊത്തം വെള്ളം എത്തിക്കുന്നതിന് നഗരസഭയുടേതായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അവർക്ക് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഇപ്പം സിവറേജ് വഡോദരയിൽ 19 വാർഡുകളാണ്. 19 വാർഡിലും സിവറേജ് എത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് കവറേജാണ്, 100% കവറേജാണ്. അതോടൊപ്പം അങ്ങനെ വഡോദരയുടെ എല്ലാ മേഖലയിലും, അതോടൊപ്പം വഡോദര സിറ്റി മൊത്തം, ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കമാൻഡ് കൺട്രോൾ സിസ്റ്റം ഏകദേശം 2000 ക്യാമറ അവർ വച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അതിൻ്റെ വാർ റൂം കണ്ടു. അപ്പം അങ്ങനെ വികസന മാതൃകയിൽ വഡോദര ഏറെ മുന്നിലാണ്. അർബൻ ഹെൽത്ത് നമ്മൾ ഇന്നലെ ഹെൽത്ത് സെൻ്റർ കണ്ടു. ഹെൽത്ത് സെൻ്റർ കണ്ട സമയത്ത് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിൽ എൻ്റെ വാർഡ് ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് ഒരു UPHSA സ്ഥിതി ചെയ്യുന്നത്. ആകെ 2 റൂമേ ഉള്ളൂ.
UPHSCക്ക് ആകെ 2 റൂമേ ഉള്ളൂ കേരളത്തിൽ, തിരുവനന്തപുരത്താണ്. പക്ഷെ അതേസമയം ഇവിടെ ഞങ്ങൾ കണ്ട CHC ഒരു ജില്ലാ മോഡൽ ആശുപത്രിയെ വെല്ലുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അതോടൊപ്പം ഇന്ന് നമ്മളൊരു സോളാർ പാനൽ സന്ദർശിച്ചു, ഒരു സോളാർ പാർക്ക്. ഏകദേശം 20 കിലോമീറ്റർ നീളത്തിലാണ്. അത് 20 ഒന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു സോളാർ പാർക്ക് കേരളത്തിൽ ഒരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. അത് ഞാനൊന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സോളാർ പാർക്കല്ല, അത് നർമ്മദ കനാൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അതായത് നമ്മൾ സൗത്ത് സൈഡിൽ നിന്നിട്ട് കച്ച് ഏരിയയിലേക്ക്, മരുഭൂമി ഏരിയയിലേക്ക് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് 2007-8 കാലഘട്ടത്തിൽ നരേന്ദ്രമോദി CM ആയിട്ടിരുന്ന സമയത്ത് ചെയ്തൊരു പ്രൊജക്റ്റാണ്. അതായത് നമ്മളുടെ നർമ്മദ ഡാമിൽ നിന്നിട്ടും ഇവിടുന്ന് ഏകദേശം 532 കിലോമീറ്ററോളം നീളമുള്ള കനാലാണ് ഈ നർമ്മദ കനാൽ. അപ്പം ഈ കനാലിലെ വെള്ളം ഇവോപ്പറേറ്റ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മണ്ടയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കവറിങ് ആണ്. അപ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ആക്കിയെടുത്ത് ആ കവറിങ്ങിനെ സോളാർ പാനൽ വെച്ച് കവർ ചെയ്യും. ഏകദേശം ഒരു 100-150 മെഗാവാട്ട്സിൻ്റെ പവർ പ്രൊജക്റ്റിലേക്ക് അത് കൺവേർട്ട് ആവുകയും ആണ് ചെയ്തത്. അതായത് ആ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, രണ്ടുണ്ട് ഗുണം. ഒന്ന്, വെള്ളം ഇവാപ്പറേറ്റ് ആയി 2 in 1 പോകുന്നില്ല, ആണ്. പവർ ജനറേഷൻ നടക്കുകയും ചെയ്യും. 2 in 1 ആണ്. യെസ്, അത് ഇല്ല എന്താ പറയുന്നത്, നെയ്യപ്പം തിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മൾട്ടി കൃഷി ആവശ്യത്തിന് ആ വെള്ളം കൃഷി ആവശ്യത്തിന് വെള്ളം കിട്ടും. മരുഭൂമിയിലേക്ക് പോകുന്നു. കച്ച് വെള്ളം ഈ പറയുന്ന ഇവാപറേറ്റ് ചെയ്ത് പോകത്തില്ല. 2 വെള്ളത്തിന് കവറേജായി. ആ കവറേജിന്റെ മുകളിൽ സോളാർ ഉണ്ട്. ആ ഇലക്ട്രിസിറ്റി ഗുജറാത്ത് ഗവൺമെന്റ് അത് Excess എക്സ്പോർട്ട് ആണ്. ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് വൈദ്യുതി എക്സ്പോർട്ട് ചെയ്യുന്ന വേറൊരു സംസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി ഗുജറാത്ത് കുറച്ചും മുന്നിലാണ്. മുൻപന്തിയിലാണ് ആ ഒരു സംഭവത്തിൽ നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തൊക്കെ നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം പല സമയങ്ങളിലും അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജലക്ഷാമം, അതായത് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ വെള്ളം ഈവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലും നമ്മൾ 1-2 ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു ഏകദേശം 2-3 ദിവസത്തോളം വെള്ളം വരാണ്ടിരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പം ബറോഡ ഏകദേശം വളരെയധികം വർഷങ്ങളായിട്ട് നമ്മൾ അറിയാവുന്നതാണ്. വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ വെള്ളം ഫ്രീക്വൻ്റ് ആയിട്ട് ബന്ധമായിട്ടില്ല, ചിലപ്പോൾ ഒരു വർഷത്തിലും കാണും, എന്തെങ്കിലും മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു ദിവസത്തേക്ക് കാണും, പ്രയർ ഇൻഫർമേഷനോട് കൂടി ബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത്രയും മഴ കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന നമ്മളുടെ കേരളത്തിൽ തിരുവനന്തപുരം പോലത്തെ ഒരു മെട്രോ സിറ്റിയിൽ ഇപ്പോഴും ജലക്ഷാമമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടേക്കുന്ന STP പ്ലാന്റ് ആ ഒരു ടെക്നോളജിയൊക്കെ നമ്മളെ കേരളത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടോ? അതായത് ജിയോഗ്രഫിക്കലിയും പിന്നെ അതുപോലെ തന്നെ ലോക്കൽ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ മീൻസ് അത് തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് WTP പ്ലാന്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇപ്പോൾ ഇവിടെ പൊതുവെ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ കേരളത്തിലൊക്കെ പെയ്യുന്നതിൻ്റെ ഒരു 10-25% കഷ്ടി നമുക്ക് ഇവിടെ മഴ കിട്ടുന്നുള്ളൂ. എന്ത് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോസിബിലിറ്റി? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുള്ള സ്റ്റേറ്റ് കേരളമാണ്. അതിലിനി വേറൊരു കോമ്പറ്റീഷൻ ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും ഡാമുള്ള സ്റ്റേറ്റ് കേരളമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തിരുവനന്തപുരം സിറ്റിയിൽ നമുക്കറിയാം, തിരുവനന്തപുരം സിറ്റിയിൽ വെള്ളം കിട്ടുന്നത് അരുവിക്കര ഡാമിൽ നിന്നാണ്. അത് രാജഭരണകാലത്ത് നിർമ്മിച്ച ഡാമാണ്. അന്ന് ചെയ്ത വാട്ടർ മാനേജ്മെൻറ്റ് പ്രോജക്റ്റാണ് ഇപ്പോഴും നിലവിൽ തിരുവനന്തപുരം സിറ്റിയിലുള്ളത്. ഏകദേശം 50 വർഷം മുമ്പ് സ്ഥാപിച്ച വലിയ പൈപ്പ് ലൈനുകളാണ് ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ അതിരൂക്ഷമായിട്ടുള്ളൊരു ജലക്ഷാമം തിരുവനന്തപുരം നഗരത്തിലുണ്ട്. ഇപ്പോൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ നിലവിലും ഉണ്ട്. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രോജക്റ്റിലൂടെ നമ്മൾ ഏകദേശം 10,000-കണക്കിന് വീടുകളിൽ സൗജന്യ കുടിവെള്ള കണക്ഷൻ എത്തിച്ചു. പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തുക അമൃത് പദ്ധതിയിൽ കൊടുത്തു. പക്ഷെ അതൊന്നും, അതായത് പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതി ശരിയായ രീതിയിൽ തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ജലക്ഷാമം അവിടെ ഉണ്ടാകില്ല. പക്ഷെ അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ആ ജലക്ഷാമം തിരുവനന്തപുരം നഗരത്തിലുണ്ടായത്. ഇപ്പോൾ പുതിയ പ്ലാന്റ് നിർമ്മിക്കുക. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ നമ്മുടെ വഡോദര സിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് നമ്മുടെ ശ്രീ ഗേക്വാദ്, ഇവിടുത്തെ റൂളറായിരുന്ന അദ്ദേഹം നിർമ്മിച്ച ഡാം നമ്മൾ സന്ദർശിച്ചു, അജ്വ ഡാം. അവിടെ ഓൾറെഡി നിലവിലൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്, നിലവിലൊരു സംവിധാനമുണ്ട്. പക്ഷെ അതിന് ബദലായിട്ട് വളരെ മോഡേൺ ടെക്നോളജി ആയിട്ടുള്ള പുതിയൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അവരവിടെ നിർമ്മിക്കുകയാണ് 62 കോടി രൂപ ചെലവിൽ. പുതുതായിട്ട് പുതിയൊരു സിസ്റ്റം അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരേ സമയം ഒന്നിലധികം സംവിധാനങ്ങൾ അവർ ഈ നഗരത്തിൽ വെള്ളം കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് ഒരു മാതൃകയാണ്. തിരുവനന്തപുരത്തിന് പുതുതായിട്ട് തിരുവനന്തപുരത്തിൽ എന്തൊക്കെ മാത്രമാണോ കാര്യങ്ങൾ അതോ നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനത്തിന്റെ ലൈക്ക് കൊച്ചി അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്കും? മൊത്തം കേരളത്തിന് മാതൃകയാണ് ഗുജറാത്ത്. കാര്യം ഗുജറാത്തിൽ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. Alright. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് MLA-മാരും മന്ത്രിമാരും MP-മാരൊക്കെ ഗുജറാത്ത് സന്ദർശിച്ചിട്ടുള്ള സമയത്ത് അവരുടെ സൗഹൃദ സംഭാഷണത്തിലും പരസ്യമായിട്ടും മാധ്യമങ്ങളിലൊക്കെ ഗുജറാത്ത് മോഡൽ മാതൃകയാക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. പിന്നീട് അത് കേരളത്തിൽ വിവാദമായിട്ടുണ്ട്. അതെ. പലരും രാജിവെക്കേണ്ടി വന്നിട്ടുമുണ്ട്. അവരുടെ സ്ഥാനങ്ങളൊക്കെ ഒഴിയേണ്ടി വന്നിട്ടുണ്ട്. സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിലും വഡോദര കോർപ്പറേഷൻ ഒരു മാതൃകയാണ്. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയില്ല, വഡോദരയിൽ വന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ കാലാവസ്ഥയിലും ഈ രാജ്യത്തിൻ്റെ അനുയോജ്യമായ സാഹചര്യത്തിലും നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ വികസന മാതൃകയല്ലേ. അതെ അതെ മറ്റ് തീർച്ചയായിട്ടും. രാജ്യത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇവിടെ വന്ന് ഒരിക്കലും ഇപ്പം കേരളത്തിലെ ഭരണാധികാരികൾ മറ്റ് രാജ്യങ്ങളിൽ പോയി ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പഠനങ്ങളും നടത്തി. അതിലേതെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. വെറുതെ കുറേ പണം ചിലവാക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. വഡോദരയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അനിമൽ ബർത്ത് കൺട്രോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് നഗരസഭയ്ക്ക് അവരിപ്പോൾ ഒരു ഷെൽട്ടർ സംവിധാനം, അതായത് നമ്മൾ ഇപ്പോൾ 4 സോണുകളായിട്ട് തിരിച്ചാണ് ഈ നഗരത്തിൻ്റെ വഡോദരയുടെ ABC അതെ. പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ അതേസമയം തിരുവനന്തപുരത്ത് ഒരൊറ്റ സെൻറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ നമുക്കതിനെ 4 5 കൂടുതൽ സോണുകളായിട്ട് തിരിക്കാം. ഉം. അപ്പം അങ്ങനെയുള്ള ആശയം, അതോടൊപ്പം നിരവധിയായിട്ടുള്ള ആശയം. ഇപ്പം കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ കമ്മീഷണറായിട്ട് സംസാരിച്ച സമയത്ത് ഒരു ബ്ലൂ ബോൺ, ഗ്രീൻ ബോൺ, അതെ. ഇപ്പോൾ അവർ ഗ്രീൻ ബോൺ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് കേരളത്തിൽ വന്നിട്ടാണ്. വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് വന്ന് കോവളത്താണ് അതിൻ്റെ ഒരു പക്ഷേ ഇനോഗ്രേഷൻ നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വേണ്ട രീതിയിൽ ചർച്ചയാക്കിയിട്ടില്ല. അപ്പോൾ ചർച്ചയല്ല, റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോജക്റ്റ് അവർ കൈമാറി. അതെ. അപ്പം ഞങ്ങളത് തിരുവനന്തപുരത്ത് പോയി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മേയർക്ക് അത് കൈമാറും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആശയം, ബ്ലൂ ബോൺ, ഗ്രീൻ ബോൺ, അതൊക്കെ നല്ല ആശയങ്ങളാണ്, മാതൃകയാക്കേണ്ട ഒരു ആശയമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കഴിയുന്ന പരമാവധി പ്രോജക്റ്റുകൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ഉം. അതുപോലെ തന്നെ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. പൊതുവെ ആ, ഈ പത്രമാധ്യമങ്ങളിൽ കൂടിയും സോഷ്യൽ മീഡിയകളിൽ കൂടിയും ഞാനെന്ന വ്യക്തിക്ക് അറിയാവുന്ന, അതുപോലെ തന്നെ പൊതുവെ നമ്മളുടെ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാഫിക് മാനേജ്ഡ് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു സിവിക് സെൻസ് പൊതുവെ മലയാളികൾക്ക് കൂടുതലുള്ളത് കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആളുകൾ സ്വയമായിട്ട് തന്നെ ട്രാഫിക് മാനേജ് ചെയ്തു പോകാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എക്സസ് ആയിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകൾ കാര്യങ്ങൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ കൊച്ചിയിൽ നിന്നിട്ട് നമ്മളുടെ ഒരു 2 ഫ്രണ്ട്സ്, ഒരു ഡോക്ടറും വൈഫുമാണ്. പുള്ളി ഗുജറാത്ത് കറങ്ങാൻ വേണ്ടി വന്നു. അഹമ്മദാബാദിൽ നിന്നിട്ട് 2 മണിക്കൂർ കൊണ്ട് പുള്ളി കൊച്ചി എയർപോർട്ടിൽ ലാൻഡായി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടുന്ന് 22 കിലോമീറ്റർ പുള്ളിയുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി എടുത്ത സമയം ട്രാവലിംഗ് ഹവർ ഏകദേശം 2.5 മണിക്കൂറായിരുന്നു. അപ്പം നമ്മളിപ്പം ആ ഒരു വാർ റൂമിൽ കണ്ട ആ ഒരു ഫെസിലിറ്റി, അപ്പം ഞാൻ കരുതുന്നു അവിടുത്തെ ഒരു PA സിസ്റ്റം ഒക്കെ കണ്ട് കാണുമായിരിക്കുമെന്ന്. അപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെ ആയാലും പൊതുവെ പാർക്കിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ നോൺ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വന്ന് വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇമ്മീഡിയറ്റ്ലി മൈക്കിൽ കൂടി ആ ഏരിയയിലേക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റി നമ്മളുടെ വാർ റൂമിലുണ്ട്. ഈ മീൻസ് ട്രാഫിക് മാനേജ്മെൻറ്റ് വാർ റൂമിലുണ്ട്. ആ ഒരു സിസ്റ്റം നമ്മളുടെ കേരളത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം ഇപ്പം തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ കോർപ്പറേഷനുകൾ, ഇപ്പോൾ കൊല്ലം, ട്രാഫിക് അതായത് ഗതാഗതം കൂടുതലുള്ള നഗരസഭകളിൽ കൂടുതൽ സംവിധാനം കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വഡോദര കോർപ്പറേഷൻ ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയത്. ഏകദേശം 2000-ഓളം ക്യാമറകൾ അവരിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം സ്മാർട്ട് സിറ്റി ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കഴിഞ്ഞ 2014 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി അമൃതം. രാജ്യത്തെ 100 നഗരങ്ങളെ ഉൾപ്പെടുത്തിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിച്ചത്. 100 നഗരങ്ങൾ. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ 2ാം ഘട്ട പദ്ധതി ഇപ്പോൾ വന്നിട്ടുണ്ട്, സിറ്റീസ് 2. അതിൽ 19 നഗരങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട മനോഹർ ലാൽ ഖട്ടർജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്, നഗരവികസന വകുപ്പ് മന്ത്രി. അപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതെല്ലാം ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ അതൊന്നും ചെയ്തില്ല. തിരുവനന്തപുരത്ത് ഏതാനും കുറച്ച് ക്യാമറകൾ സ്ഥാപിച്ചു, പക്ഷെ അതൊന്നും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനരഹിതമാണ്. അപ്പോൾ ഇവിടെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഒരാൾ നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ റോങ് വേയിൽ കൂടെ യാത്ര ചെയ്യുന്നു, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡിറ്റക്ട് ചെയ്ത് മൈക്കിൽ കൂടെ ഒരു അനൗൺസ് ചെയ്യുന്നൊരു സംവിധാനം ഇവിടെ വഡോദരയിലുണ്ട്.
പക്ഷെ കേരളത്തിൽ ഒരു നഗരത്തിൽ ആ സംവിധാനം ഇല്ല. ഇപ്പം നേരത്തെ പറഞ്ഞു ഗതാഗത കുരുക്ക്, കൃത്യമായൊരു പാർക്കിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്രയും വലിയ ഗതാഗത കുരുക്ക് കേരളത്തിലുള്ളത്. അതോടൊപ്പം കേരളത്തിലെ റോഡുകൾക്ക് വീതി കുറവാണ്. ഇപ്പം നമുക്കറിയാം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഒടുവിൽ ദേശീയപാത വികസനം നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കറക്റ്റാണ്. അതും നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് അത് നടക്കുന്നത്. മേ ബി. ഉറപ്പായിട്ടും. കാരണം 75,000 കോടി രൂപയാണ് ദേശീയപാത വികസനത്തിന് വേണ്ടി, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 13 റീച്ചുകളിലായി 75,000 കോടി രൂപയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നത്. 2022 ഗ്രീൻഫീൽഡ് ഓഡിറ്റോറിയത്തിൽ, തിരുവനന്തപുരം ജില്ലയിലെ ഗ്രീൻഫീൽഡ് ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട നഗര ഗതാഗത ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരിജിയാണ് അന്ന് ആ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആ ഉദ്ഘാടനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. കാരണം അന്ന് ഞാൻ കൗൺസിലറായിരുന്നു. അന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആ ഉദ്ഘാടനം നടന്നത്. ഓക്കെ. 2022 22 23 ഇപ്പോഴതിൻ്റെ പണി ഏകദേശം 75% പൂർത്തിയായി. അപ്പോൾ ദേശീയപാതയുടെ പണി നടക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഒരുപാട് തവണ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കേരളത്തിൽ ലാൻഡ് അക്വിസിഷൻ ലാൻഡ് അക്വിസിഷനിൽ പ്രശ്നമുണ്ട്. അതോടൊപ്പം അലൈൻമെൻറ്റ്, അതായത് ദേശീയപാത അതോറിറ്റി എടുക്കുന്ന അലൈൻമെൻറ്റ് പല സമയത്തും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നൊരു ശ്രമം ഉണ്ടാവുന്നു. അതോടൊപ്പം മതിയായ സാധനങ്ങൾ, അതായത് ആവശ്യത്തിനുള്ള മെറ്റൽ അല്ലെങ്കിൽ സാൻഡ്, ഇതൊന്നും കേരളത്തിൽ ലഭ്യമാവുന്നില്ല. ഇതിനെല്ലാം അധിക ടാക്സ് കേരളത്തിൽ കൊടുക്കേണ്ടി വരുന്നു. പലതവണ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിജി തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ആ ടാക്സ് ഒഴിവാക്കി തരണം. കാരണം സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെ ഇല്ല കേരളത്തിൽ. അതേസമയം താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലാൻഡ് അക്വിസിഷന് വളരെ വലിയ തുക കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടന്ന്, ഇതിനെല്ലാം മാനിച്ചുകൊണ്ട്, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഏകദേശം 75,000 കോടി രൂപയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവാക്കിയത്. ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി, കൊച്ചി മൂന്നാർ കമ്പം തേനി ധനുഷ്കോടി NH, ഇപ്പം നമ്മൾ റീൽസിലൊക്കെ കാണുന്ന റോഡ് കേന്ദ്ര സർക്കാർ നവീകരിച്ചതാണ്. കൊല്ലം ചെങ്കോട്ട ദേശീയപാത കേന്ദ്ര സർക്കാർ നവീകരിച്ചതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് തന്നെ കഴക്കൂട്ടം കാരോട് ദേശീയപാത നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച് നടപ്പിലാക്കി പൂർത്തീകരിച്ച റോഡ് പ്രോജക്റ്റാണ് ഇതെല്ലാം. അപ്പം കേരളത്തിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത രീതിയിൽ ഏറ്റവും കൂടുതലും പണം നൽകിയ ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഈ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു ചെറിയ ഗുണം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഉണ്ടാകുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അറിയാമല്ലോ, ഫുൾ പെറ്റിയുടെ ബഹളമാണ്. തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ MVD പെറ്റിയടിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മാക്സിമം പിടിയാൻ ആഗ്രഹിക്കുന്നില്ല ഗവൺമെൻറ്. ആദ്യം ഒരു വാണിംഗ് കൊടുക്കുന്നു, അവിടെ നോ പാർക്കിംഗ് ആണ്, പാർക്ക് ചെയ്യണ്ട. അതും അവോയ്ഡ് ചെയ്തിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഓൺലൈനിൽ ചെല്ലുന്നുള്ളൂ. അത് ഇതിൻ്റെ ഒരു മറ്റൊരു ബെനിഫിറ്റാണ്. ആളുകൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ പെറ്റി കൊടുക്കുന്നുള്ളൂ. അതുപോലെ നമ്മുടെ അർബൻ ഹെൽത്ത് കെയർ സെൻറ്റർ സന്ദർശിച്ചിരുന്നു. ഇപ്പം പൊതുവെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പലവിധ വിവാദങ്ങൾ കത്തി പടർന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നാട്ടിലെ ഒരു സാധാരണ മുനിസിപ്പാലിറ്റിയുടെ അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെയുള്ള ഒരു ഹെൽത്ത് കെയർ സെൻറ്റർ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഇത് എങ്ങനെ തോന്നി? നമുക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കണ്ടീഷനിലാണോ? എന്താണ് ഒരു അവസ്ഥ? അതായത് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് വൈസ് ആയിക്കോട്ടെ, മാൻ പവർ വൈസ് ആയിക്കോട്ടെ. കാരണം ഇപ്പോൾ പൊതുവെ മിക്കവാറും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മാൻ പവറിൻ്റെ ഷോർട്ടേജ് എസ്പെഷ്യലി മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ, ഗവൺമെൻറ് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ട്. സോ ഇവിടുത്തെ ഒരു ഇത് മീൻസ് ഈ ഒരു സംവിധാനം നമുക്ക് കേരളത്തിലേക്ക് അവലംബിക്കുന്നത് യോഗ്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ സന്ദർശിച്ച സമയത്ത് ഇപ്പോൾ കേരളത്തിലെ ആശുപത്രിയും ഇവിടുത്തെ ആശുപത്രിയും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ വലിപ്പം കൂടുതലാണ്. ഒന്നിവിടെ വലിപ്പം കൂടുതലാണ്, സ്പേസ് ഉണ്ട്, നമുക്കവിടെ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ മെഷീൻസ് കുറച്ച് കൂടുതലാണ്. ഈ കേന്ദ്ര പദ്ധതികൾ അവർ കൃത്യമായി നടപ്പിലാക്കുന്നതുകൊണ്ട് മരുന്നുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികൾ എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും ഇവർ നടപ്പിലാക്കി വരുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ അവർ ഒരുപാട് റുട്ടീൻ ചെക്കപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവരിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഷെൽട്ടർ, PM ആവാസ് യോജന, റോഡ്, ഇതൊക്കെ ഇപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നോക്കി വിലയിരുത്തിയിട്ടുണ്ടായിരിക്കും. അതിദാരിദ്ര്യ
നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ള നമ്മളൊരു സംസ്ഥാനത്ത് ഈ ഒരു സംഭവം, അതായത് ഈ നൈറ്റ് ഷെൽട്ടർ, അതായത് ഈ അശരണരായിട്ടുള്ള ആൾക്കാർക്ക് രാത്രിയിൽ റോഡ് സൈഡിൽ കിടന്നുറങ്ങണ്ടാത്തൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് എസ്പെഷ്യലി ഈ പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അപ്പോൾ എന്ത് തോന്നുന്നു, തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിലായിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം? യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യം എന്ന് പറയുന്നൊരു സാധനം ഇപ്പം ഇന്ത്യ മഹാരാജ്യത്തില്ല. കാരണം നമുക്കറിയാം നമ്മുടെ റേഷൻ സംവിധാനമൊക്കെ ഒരുപാട് മാറി. ഇപ്പം എല്ലാവർക്കും എന്തെല്ലാം സാധനങ്ങൾ റേഷൻ ലഭിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അതെ. ഇപ്പം കേരളത്തിലായിരുന്നാലും ഗുജറാത്തിലായിരുന്നാലും ഒരു ദിവസത്തെ വേതനം എത്രയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതെ അതെ. ജീവിത നിലവാരം, ജീവിത സാഹചര്യം. ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യുവാണ്, സോറി ഫോർ ദാറ്റ്. ഗുജറാത്തിലെ വേതനം എത്രയായിരിക്കും എന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? മറ്റൊന്നുമല്ല, ഞാൻ മിക്കവാറും പല ഈ സോഷ്യൽ മീഡിയ ട്രോൾസിൻ്റെ അകത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ കമൻസിലായിട്ട് കാണാറുണ്ട്, കേരളത്തിൽ ഒരാൾക്ക് ഒരു ദിവസം 1000 രൂപ 1500 രൂപയാണ്, ഗുജറാത്തിൽ 200 രൂപ 300 രൂപയേ ഉള്ളൂ. 450 മുതൽ 600 രൂപ വരെ ഗുജറാത്തിൽ ശമ്പളമുണ്ട്. ഇനി ഞാൻ കേരളത്തിൽ 1200 രൂപ ശമ്പളമുണ്ട്. പക്ഷേ സാധനങ്ങളുടെ വില എവിടെയാണ് കൂടുതൽ? അല്ലെ, ഞാൻ ഇനി ഇതിൻ്റെ ഒരു സത്യാവസ്ഥയും കൂടെ അവതരിപ്പിച്ചോട്ടെ. ഒരു അത്യാവശ്യം കുറച്ച് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് കോൺട്രാക്ട് ജോബൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. 550 രൂപയ്ക്ക് ഇവിടെ ആൾക്കാരെ കിട്ടാറില്ല. ഇവിടെ അത്യാവശ്യം മിനിമം ലേബർ കാറ്റഗറിപ്പെട്ട ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു 600 രൂപയ്ക്ക് താഴെ. ഇവനിപ്പോൾ നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഈ കുഴി കുത്താനൊക്കെ നമുക്ക് ഇവിടെ ആൾക്കാർ റോഡ് സൈഡിൽ കിട്ടും. നമ്മുടെ പെരുമ്പാവൂരൊക്കെ ആളുകൾ നിൽക്കുന്ന പോയിട്ട് മിനിമം 600 എന്നൊക്കെയാണ് ഇപ്പോൾ അവർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അത് ഈ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു റിയാലിറ്റി. അല്ല, ശമ്പളമുണ്ട്, മാന്യമായ ശമ്പളം ഇവിടെ ലിവിംഗ് നൽകുന്നുണ്ട്. കോസ്റ്റ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പം നമ്മളാൽ ചെറിയ 10 ദിവസത്തെ കേരളത്തിലേക്ക് വരുമ്പോൾ ലിവിംഗ് കോസ്റ്റ് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് ലിവിംഗ് കോസ്റ്റ് നമുക്ക് കുറവാണ്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയ ഷോപ്പില് അതിന്റെ ഓണർ പറഞ്ഞത് മിനിമം ശമ്പളം 11,000 രൂപ കൊടുക്കണം. മിനിമം ശമ്പളം 11,000 രൂപ ഗുജറാത്തിൽ കൊടുക്കണം. കേരളത്തിൽ 6,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കേരളത്തിൽ 6,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കേരളത്തിൽ ഡിഗ്രി പാസ്സാവുന്ന ബിടെക് പാസ്സാവുന്ന ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി കയറുന്ന സമയത്ത് അയാൾ ഫ്രഷർ ആയതുകൊണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ് കേരളത്തിൽ കൊടുക്കുന്നത്. അയാൾക്ക് അതായത് ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് എങ്കിലും ആയാൽ മാത്രമേ അയാൾക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു കമ്പനിയിൽ ഒരു ബെറ്റർ ഓപ്ഷൻ നോക്കാൻ പറ്റൂ. ഞാൻ ഈ പറയുന്ന ശമ്പളത്തിന്, അതായത് ഞാൻ ഈ പറഞ്ഞ വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തിട്ടുള്ള ആളാണ് കേരളത്തിൽ, ഡിഗ്രി പാസ്സായി ഇറങ്ങിയ ശേഷം. അപ്പം അതുകൊണ്ട് ഇവിടെ ഇന്ന് സംസാരിച്ച സമയത്ത് ഇവിടുത്തെ മിനിമം ശമ്പളം ഗുജറാത്തിൽ 11,000 രൂപയാണ്. കേരളത്തിൽ ഇപ്പോഴും 6,000 7,000 രൂപയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കേരളത്തിൽ ജീവിത സാഹചര്യം, അതായത് ജീവിത നിലവാരം ജീവിത സാഹചര്യം ജീവിക്കാൻ നമുക്ക് ഒരുപാട് പണം ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ. സാധനങ്ങൾക്ക് വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇവിടെ അതല്ല അവസ്ഥ. പെട്രോളിന്റെ ഇന്നത്തെ കേരളത്തിലെ വില എത്ര? 108 110 ആണ്. 7.45. ഇവിടെ 87 88 ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിൽ. അതെ. ഇന്ന് ഡേറ്റ് 15 ഫെബ്രുവരി 2024. 2 സംസ്ഥാനങ്ങൾ തമ്മിൽ 2000 കിലോമീറ്ററിൻ്റെ ഇടയ്ക്കുള്ള വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപയ്ക്ക് എടുത്താൽ ഇത്രയും വ്യത്യാസം ഉണ്ടല്ലേ? ഇവിടെ 88. ഇവിടെ 88 ഉള്ളൂ. 88 ആണ്. അല്ല, 88 ആണോ 98 ആണോ? അല്ല, കേരളത്തിൽ CNG വാഹനങ്ങൾ ഇപ്പോൾ കൂടുന്നുണ്ട് കേട്ടോ. CNG വാഹനങ്ങൾക്ക്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നേരത്തെ സബ്സിഡി ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പം നമ്മൾ മറ്റേ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പോയിന്റിലേക്ക് വരാം. PM ആവാസ് യോജന, നൈറ്റ് ഷെൽട്ടർ. PM ആവാസ് യോജന ഇപ്പൊ ഇന്നലെ മുനിസിപ്പൽ കമ്മീഷണർ നൈറ്റ് ഷെൽട്ടർ എനിക്ക് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ യാചക പുനരധിവാസ കേന്ദ്രമുണ്ട് നഗരസഭയുടെ. പക്ഷെ അത് ഇവിടുത്തെ പോലെ ഇത്രയും വലിയ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് അല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വഡോദരയിൽ ഒരേ സമയം ഒരു 200ഓളം ആൾക്കാരെ 230ഓളം ആൾക്കാരെ പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരു ഷെൽട്ടർ ഇവിടെ ഉണ്ട്, വഡോദരയിലുണ്ട്. പക്ഷെ നമുക്കവിടെ അത്രയും പേരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഇല്ല തിരുവനന്തപുരത്ത്. അപ്പം നമ്മൾ അതൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ PM-ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ അതോടൊപ്പം PMAY 2, ഇപ്പം PMAY 1 കഴിഞ്ഞു, ഇപ്പം അടുത്ത PMAY 2 ആണ്.
അപ്പം അത് എനിക്ക് തോന്നുന്നു അത് 8 ലക്ഷം രൂപയായി ഉയർത്തി എന്നാണ് ആ, അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ കേരള ഗവൺമെന്റ് നിർഭാഗ്യവശാൽ ഇതുവരെ അതിൽ ഒപ്പുവെച്ചിട്ടില്ല. കാരണം കേന്ദ്ര പദ്ധതികളൊക്കെ കേരളത്തിൽ ആ, കേരള സർക്കാർ ഒപ്പുവയ്ക്കാത്തൊരു സാഹചര്യമാണ്. PM Okay. ശ്രീ, ആയുഷ്മാൻ ഭാരത്. ഇപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള അതെ. മുഴുവൻ ജനങ്ങൾക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. അതിൽ കേരള സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആയുഷ്മാൻ ഭാരതിൽ ഒപ്പുവയ്ക്കാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഓക്കെ. PM ശ്രീയിൽ ഒപ്പുവയ്ക്കാത്ത 2 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. PM ശ്രീയിൽ ഒപ്പുവച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് 1500 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിച്ചേനെ. ഓഹോ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പക്ഷേ ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ആ പദ്ധതിക്ക് അതെ കഴിയുമായിരുന്നു. അതെ അതെ correct പക്ഷെ ആണ്. PM ശ്രീയിൽ correct ആയിട്ടുണ്ട്. ഒപ്പുവയ്ക്കാത്ത മൂലം, കാരണം എൻ്റെ വാർഡിലൊരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഉം ഉം. PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചിരുന്നെങ്കിൽ ആ ഹയർ സെക്കൻഡറി സ്കൂൾ ആ പദ്ധതിയുടെ ഭാഗമായാണ്. കേരളത്തിൽ ഏകദേശം 650ഓളം ഹയർ സെക്കൻഡറി സ്കൂളുകളെ നമുക്ക് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമായിരുന്നെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ 1 കോടി രൂപ ആ സ്കൂളിന് ലഭിക്കും. ഓഡിറ്റോറിയം, ഗ്രൗണ്ട്, ഇപ്പം വസ്തുവില്ലാത്ത, അതായത് ഗ്രൗണ്ട് ഇല്ലാത്ത സ്കൂളിന് ഗ്രൗണ്ട് വാങ്ങാൻ തുക, അതെ. കെട്ടിടമില്ലാത്ത സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിനായിട്ട് തുക അനുവദിക്കും, ഓഡിറ്റോറിയം ഇല്ലാത്ത സ്കൂളിന് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനായിട്ട് തുക അനുവദിക്കും. അപ്പം PM ശ്രീ പദ്ധതിയുടെ ഒരു പ്രത്യേകത അതാണ്. പക്ഷെ ആ പദ്ധതിയിൽ നിർഭാഗ്യവശാൽ കേരള സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല. അതോടൊപ്പം PMAY 2 കേരള സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല. ഓഹോ. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ സ്ഥലം നഗരസഭയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സ്ഥലം വാങ്ങൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം നൽകിയവർക്ക് വീട് നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കാരണം PMAY പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചാൽ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ആ ആനുകൂല്യം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിക്കൂ. ഉം ഉം. അപ്പോൾ ഇതിലൂടെ ഏകദേശം ലക്ഷക്കണക്കിന് ഒരു സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം വീടില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മേൽ ഒരു എന്താ പറയുക, ഒരു അതെ, അതെ. ദുരിതമായി, ഉം ഉം ഉം. ഒരു ഇടുത്തിയായി മാറിയിരിക്കുകയാണ് നിലവിലെ കേരള സർക്കാർ PMAY 2 ഓക്കെ, ഒപ്പുവയ്ക്കാത്തതിലൂടെ. ഓക്കെ, ഓക്കെ. അതുപോലെ ഈ 2 ദിവസം എൻ്റെ പേരോടെ കറങ്ങിയപ്പം റോഡുകൾ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ച് കുഴിച്ച് കോടാലിയാക്കി ഇട്ടേക്കുന്നത് ശ്രദ്ധപ്പെട്ട് കാണും. അതെന്താണ് ആ പ്രൊജക്ട് എന്നുള്ളത് എന്തെങ്കിലും ഐഡിയ കിട്ടിയായിരുന്നോ? ഒരു 2 വർഷം മുൻപ് അത് തന്നെ അത് ബേസിക്കലി നമ്മൾ ഇന്ന് രാവിലെ കണ്ടതല്ലേ. അതെ അത് നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ഡാം സന്ദർശിച്ച സമയത്ത് അവര് പഴയ പൈപ്പ് ഉൾപ്പെടെ മാറ്റി പുതിയ പൈപ്പ് ഇട്ട് വരികയാണ്. അതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 62 കോടി രൂപയുടെ പുതിയ Yes, വാട്ടർ yes. ട്രീറ്റ്മെന്റ് പ്ലാന്റ് അതുപോലെ സ്ഥാപിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒരു 2 വർഷം മുൻപ് നല്ല മഴ പെയ്ത് വേറോടെ പ്രളയം തരക്കേടില്ലാത്ത രീതിയിൽ നല്ലതായിട്ടൊന്ന് പ്രളയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സംഭവം അതിൽ നിന്നിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വെള്ളം ഒഴുക്ക് നടക്കാഞ്ഞത് കൊണ്ടാണ്, അതായത് വിശ്വമിത്രി നദിയിലേക്കാണ് ഈ വെള്ളം എല്ലാം ചെല്ലേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബിൽഡിങ്ങുകൾ പൊക്കിയേക്കുന്നതും ഡ്രെയിനേജ് ലൈൻ ചോക്കപ്പ് ആയതും ഒക്കെ റീസൺ കാരണം വെള്ളം കറക്റ്റായിട്ട് ഒഴുകി പോകാത്തത് കൊണ്ട് വാട്ടർ ലോഡ്ജിങ് എന്നൊരു കണ്ടീഷനിലേക്ക് എത്തി. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. ഒരു ചെറിയ മഴ ചാറി കഴിഞ്ഞാൽ പോലും പിന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലസ് KSRTC ബസ് സ്റ്റാൻഡ് മുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം നമ്മളുടെ ഡച്ച് മാതൃക എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളെ പറ്റി നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇംപ്ലിമെൻ്റ് ആയി കണ്ടിട്ടില്ല. സോ ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണോ, അഥവാ അത് അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങുന്ന ഒരു സാഹചര്യത്തിന്, എസ്പെഷ്യലി തമ്പാനൂർ കൂട്ടുള്ള വളരെ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഏരിയ, രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ ഇപ്പോഴത്തെ മീൻസ് BM-നും അതുപോലെ PM-നും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ പറയില്ലേ, ഞങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട PM-ന് സബ്മിറ്റ് ചെയ്തു. അതിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ വാട്ടർ ബോഡീസ്, വാട്ടർ ചാനലെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജഭരണകാലത്ത് നമുക്കറിയാം, അതായത് കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത് രാജഭരണകാലത്താണ്. ആ രാജഭരണകാലത്ത് രാജാവ്, അതായത് മഹാരാജാവ്, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാക്കന്മാർ നേതൃത്വം നൽകി നിർമ്മിച്ച ചാനലുകൾ മാത്രമേ ഇന്നും തിരുവനന്തപുരത്തുള്ളൂ. ആ ഓടകൾ അല്ലെങ്കിൽ തോടുകൾ അല്ലെങ്കിൽ ആ കനാലുകൾ മാത്രമേ ഇന്നും തിരുവനന്തപുരത്തുള്ളൂ. അതിൽ ഭൂരിഭാഗവും ഇന്ന് കയ്യേറിയ അവസ്ഥയിലാണ്. തോടുകളെല്ലാം കയ്യേറിയ അവസ്ഥയിലാണ്. അതോടൊപ്പം തോടുകളെല്ലാം ഇന്ന് തിരുവനന്തപുരത്തെ തോടുകളെല്ലാം മാലിന്യവാഹിനികളാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ആമയഴിഞ്ഞാൻ തോട്ടിൽ ഒരു തൊഴിലാളി വീണ് മരിച്ച ഒരു സാഹചര്യം നമുക്കറിയാം. നഗരസഭ പോലും, അതായത് ഇടതുപക്ഷമാണ് കഴിഞ്ഞ 50 വർഷമായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. ആ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി തന്നെയാണ് ഈ തോടുകളെല്ലാം മാലിന്യവാഹിനികളായി മാറ്റുന്നതിന് ഒത്താശ ചെയ്തത്. അപ്പോൾ ആ തോടുകളും എല്ലാം നവീകരിക്കുക, ആ കനാലുകളെല്ലാം നവീകരിക്കുക,
അതിനെല്ലാം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൃത്യമായ ഓടകൾ നിർമ്മിക്കുക, ആ ഓടകൾക്ക് കൃത്യമായ ഒരു രൂപരേഖ നൽകുക, അതിന് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ കൊടുത്ത് ആ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഇത് ഇനഫാണോ നമ്മളുടെ തിരുവനന്തപുരത്തെ വാട്ടർ ലോഡ്ജിങ് എന്ന് പറയുന്നൊരു കീറാമുട്ടി ഒരു ശാശ്വത പരിഹാരമാകുമോ? ഉറപ്പായിട്ടും. കാരണം ഈ പാർവതി പുത്തനാർ നമുക്കറിയാം, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ ചാനലാണ് പാർവതി പുത്തനാർ. ഇപ്പോൾ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കൊച്ചിയിൽ വാട്ടർ മെട്രോ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ, അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതെ. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നമുക്കൊരു വാട്ടർ മെട്രോ കൊണ്ടുവന്നൂടാ? ഓക്കെ. ഇപ്പോൾ വർക്കല മുതൽ ചാക്ക വരെ, ശംഖുമുഖം വരെ പാർവതി പുത്തനാർ ചാന്നങ്കര ഭാഗത്ത്, അതായത് വർക്കലയിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പാർവതി പുത്തനാർ യഥാർത്ഥത്തിൽ. ഓക്കെ, നല്ലൊരു വാട്ടർ ബോഡിയാണ്. നല്ലൊരു വാട്ടർ ബോഡിയാണ്. യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അതിനെ നല്ലൊരു നമുക്ക് സംഭവമാണ്. എന്തുകൊണ്ട് വൃത്തിയാക്കി സംരക്ഷിച്ചുകൊണ്ട്, അതായത് പാർവതി പുത്തനാറിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു വാട്ടർ ടൂറിസം ആക്ടിവിറ്റി എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നൂടാ? Yes. ഒരുപാട് ടൂറിസ്റ്റുകളെ, ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് അതെ. ഇത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. എയർപോർട്ട്, വിഴിഞ്ഞം പോർട്ട്, ഇതെല്ലാം കണക്ടിവിറ്റി ഉള്ള പ്രദേശമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഉറപ്പായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ഉണ്ടാവും. വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെ ഉണ്ടായിരുന്നു ബറോഡ മുനിസിപ്പാലിറ്റിയുടെ? ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ബറോഡ താമസിക്കുന്നതാണ് വിത്ത് ഫാമിലി ആയിട്ട്. ഈ കേരളത്തിൽ എനിക്ക് നേരിട്ട് അറിവില്ല, കേട്ടറിവ് വെച്ചിട്ട് ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാനൊന്ന് പറയാം, പക്ഷേ തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുത്തുക. അതായത് നമ്മൾ തന്നെ അതായത് വീടുകളിൽ തന്നെ വേസ്റ്റുകൾ നമ്മൾ തരം തിരിച്ച്, സോളിഡ് വേസ്റ്റ്, വെറ്റ് വേസ്റ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇതൊക്കെ തരം തിരിച്ച് നമ്മൾ തന്നെ മാറ്റണം. എന്നിട്ട് വേസ്റ്റ് എടുക്കാൻ വരുന്ന ടീമിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെയാണല്ലോ ഇപ്പം കേരളത്തിലെ പരിപാടി. നഗരസഭയിൽ മുമ്പിരുന്ന ഭരണസമിതി ചെയ്തത് കിച്ചൺ ബിൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. ഏകദേശം എനിക്കൊന്ന് വലിയൊരു അഴിമതിയാണ് അതിലൂടെ നടത്തിയത്. ഏകദേശം 50,000 കിച്ചൺ ബിന്ന് പർച്ചേസ് ചെയ്തു. ഒരു കിച്ചൺ ബിന്നിൻ്റെ വില 1800 രൂപ. 50,000 കിച്ചൺ ബിന്ന് വാങ്ങിയപ്പോഴും ഒരു കിച്ചൺ ബിന്നിൻ്റെ വില 1800 അപ്പോൾ നമ്മൾ ഒരു സാധനം കടയിൽ പോയി ബൾക്ക് ഓർഡർ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ബൾക്ക് ഓർഡർ ഡിസ്കൗണ്ട് ഒന്നുമില്ല. ഇപ്പോൾ 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് 50,000 യൂണിറ്റും 10 രൂപയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ 50,000 × 10 ഏകദേശം ആ കംപ്ലീറ്റ് MRP പ്രൈസ് കൊടുത്താണ് കിച്ചൺ ബിന്ന് തിരുവനന്തപുരത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ അഴിമതിയാണ്. തിരുവനന്തപുരം നഗരസഭ കൗൺസിലിൽ വയ്ക്കാതെ മേയർ മുൻകൂർ അനുമതി കൊടുത്ത ഒരു ചരിത്രമാണ് കിച്ചൺ ബിന്നിനുള്ളത്. അപ്പോൾ വലിയൊരു അഴിമതിയാണ് കിച്ചൺ ബിന്നിലൊക്കെ നടന്നിട്ടുള്ളത്. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ്. അതോടൊപ്പം ഇനോക്കൽ ഒന്നും കൃത്യമായ സമയത്ത് അവർക്ക് വിതരണം ചെയ്യാൻ സാധിച്ചില്ല. കിച്ചൺ ബിന്ന് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസിക്ക് കരാർ കൊടുത്തു, ആ ഏജൻസി കൃത്യമായി പരിപാലിച്ചില്ല. അങ്ങനെ വളരെ വലിയ അഴിമതിയാണ് കിച്ചൺ ബിന്നിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്നത്. അപ്പം അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. അതുപോലെ ഈ എന്താ പറയുക, നമ്മളുടെ ഇപ്പൊ ഇവിടെ വഡോദരയിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ വഡോദരയെ സംബന്ധിച്ച് നമുക്ക് സ്ഥലം കൂടുതൽ ലഭ്യമാണ്. അതെ. പക്ഷെ തിരുവനന്തപുരം സിറ്റിയിൽ നമുക്ക് സ്ഥല ലഭ്യത വളരെ കുറവാണ്. അപ്പോൾ അതിനെ അനുസരിച്ചിട്ടുള്ള ഒരു വികസന, ഒരു മാലിന്യ സംസ്കരണ മാതൃക നമ്മൾ തിരുവനന്തപുരത്ത് രൂപീകരിക്കും. പോസിബിലിറ്റി ആണോ അത്? പോസിബിൾ ആണ് നമുക്ക്. കാരണം എസ്പെഷ്യലി ഇപ്പോൾ ബ്രഹ്മപുരം അല്ലായിരുന്നു ഈ റീസെൻ്റ്ലി ഇഷ്യൂ ഉണ്ടായ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് കേരളത്തിൽ, അല്ലേ? ഇപ്പോൾ നമ്മൾ 2024 തിരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യം മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകുമെന്നാണ്. മോദിജി ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എന്തും സാധ്യമാകും. അല്ല, അപ്പോൾ അതുപോലെയുള്ള ഈ ലോക്കലൈറ്റ്സിൻ്റെ എതിർപ്പുകൾ, കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം, ഒരു ബോധവൽക്കരണം കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാക്കാൻ നമുക്ക് സാധിക്കും. ഓൾ റൈറ്റ്. പട്ടിശല്യം തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട് ഇപ്പോൾ? നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, ഒരു ഏകദേശം 1000-ഓളം തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി വരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം നടന്നു. 100-ലധികം തെരുവ് നായ്ക്കളെ, അപകടകാരികളായിട്ടുള്ള 100-ലധികം തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റി പുതിയ ഷെൽട്ടറിൻ്റെ പണി നടക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. ഇവിടെ പൊതുവെ പശുവിൻ്റെയാണ് നമുക്ക് ശല്യം കൂടുതൽ. ഇപ്പോൾ ബറോഡ മുനിസിപ്പാലിറ്റി അത്യാവശ്യം കുറച്ച് തിരക്കേടില്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പശുക്കളെയൊക്കെ ഓണർമാർ കൈവിട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പിടിച്ചകത്തിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അഹമ്മദാബാദും സൂറത്തും മുനിസിപ്പാലിറ്റി ഈ നായ്ക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്മശാനത്തിനുള്ളൊരു ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് CNG വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ പെറ്റ്സിനെ, നമ്മൾ വളർത്തു നായ്ക്കളെ പല ആൾക്കാർ മരിച്ചതിന് ശേഷം
പലയിടത്തും കൊണ്ട് കളയൊക്കെയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളൊരു നിലയിൽ അത്യാവശ്യം ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് റൂമും കാര്യങ്ങളും ഇതിൻ്റെ അന്തിമ സംസ്കാരങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ വരുന്ന 2 വർഷത്തിനുള്ളിൽ തന്നെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയും സൂറത്ത് മുനിസിപ്പാലിറ്റി ഇപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇറക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിനും വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു നൂതന ഐഡിയ ആണ്. കാരണം നമുക്ക് എസ്പെഷ്യലി നമ്മൾ മലയാളികൾ ഇപ്പോൾ പെറ്റ്സിനോട് കുറച്ചധികം താല്പര്യമുള്ള ആളുകളാണല്ലോ നമ്മൾ മലയാളികൾ. അപ്പം ഇതിനെക്കുറിച്ചും വേണമെന്നുണ്ടെങ്കിൽ വഡോദരയിൽ ആ പ്രോജക്റ്റ് ഉണ്ട്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ ആ പ്രോജക്റ്റ് ഉൾപ്പെടുത്തും എന്നാണ് ബഹുമാനപ്പെട്ട മേയർ ഞങ്ങളോട് ഇന്നലെ സംസാരിച്ചത്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പദ്ധതി ആലോചിക്കാവുന്നതാണ്. നിലവിൽ കഴിഞ്ഞ 2025 വരെയുള്ള ഭരണസമിതി അങ്ങനെ ഒരു പദ്ധതിയെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ആശയമാണത്. ആ ആശയം ഞങ്ങൾ തിരുവനന്തപുരത്ത് എങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കും, ഉറപ്പായിട്ടും ചിന്തിക്കും. പുതിയ പുതിയ വികസന മാതൃകകൾ പരീക്ഷിക്കാവുന്നതാണല്ലോ. BRTS എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഗുജറാത്തിൽ. ഇപ്പോൾ ബറോഡയിലൊക്കെ സിറ്റിയിലൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. നമ്മുടെ റോഡിന് നടുക്കൂടെ ഒരു പ്രത്യേക ലൈൻ, അതിനകത്തിൽ കൂടി സിറ്റി ബസ്, ഇപ്പം ഇലക്ട്രിക് ബസ്സുകളുടെയൊക്കെ ഭയങ്കര വിവാദമൊക്കെ ഉണ്ടായിരുന്നതാണ് തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ. റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആണോ? എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തിന് ഈ BJP ഭരണത്തിൽ എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത. വഡോദരയുടെ റോഡുകളെല്ലാം 6 വരി പാതയാണ്. അതെ, അതായത് ഇന്റേണൽ റോഡ്സ് ആണെങ്കിൽ പോലും. ഇന്റേണൽ റോഡ് പോലും ഞാൻ കണ്ടത് 4 വരി പാതയാണ്. പ്രധാനപ്പെട്ട വീതികളെല്ലാം 6 വരി പാതയാണ്. 6 വരി അല്ലാത്തൊരു പാതയിലൂടെ ഇതുവരെ യാത്ര ചെയ്തില്ല വഡോദരയിൽ വന്നതിന് ശേഷം. പക്ഷെ തിരുവനന്തപുരത്ത് കമ്പാരിറ്റീവ്ലി 6 വരി പാതകളല്ല, എല്ലാം 4 വരി പാതകളാണ്. ചില റോഡുകൾ ഇപ്പോൾ MG റോഡ്, പുളിമൂട്, പട്ടം, കേശവസ്വര റോഡ്, അങ്ങനെ പ്രധാനപ്പെട്ട ചില വീതികൾ മാത്രമേ 6 വരി പാതയുള്ളൂ. അവിടെ നമുക്കത് പരീക്ഷിക്കാവുന്നതാണ്. എന്നാലും അവിടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിരുന്നാലും പരിശ്രമിക്കാവുന്നതാണ്. കാരണം നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ ഇപ്പം വട്ടിയൂർക്കാവിലോട്ടുള്ള, ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗമാണ് ശാസ്തമംഗലം മുതൽ വട്ടിയൂർക്കാവ്, നെട്ടയം, കാച്ചാണി. അവിടെയൊക്കെ ഇപ്പോഴും 2 വരി പാത പോലും ഇല്ല. കഷ്ടിച്ച്, അതായത് ഒരു ബസ് വന്നാൽ എതിരെ മറ്റൊരു ബസ്സിന് പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. വികസനം ഇപ്പം കൊണ്ടുവരും, നാളെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതല്ലാതെ അവിടെ ഒന്നും നടന്നിട്ടില്ല. വളരെ വളരെ ഒച്ചിഴയുന്ന വേഗത്തിലാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കൂടുതൽ തുക മറ്റ് കേന്ദ്ര പദ്ധതികളിൽ നിന്ന് നമുക്ക് ലഭിച്ചാൽ ഉറപ്പായിട്ടും ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് റോഡുകളുടെ വീതി കൂട്ടാൻ സാധിക്കും. ഒരുപാട് ലാൻഡ് അക്വിസിഷൻ നടപടികൾ കൊണ്ടുവരാൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ മികച്ച നമ്മുടെ പശ്ചാത്തല വികസനവും അടിസ്ഥാന വികസനവും എല്ലാം വളരെ വലിയ രീതിയിൽ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ടുള്ള യാത്ര, അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഹർത്താൽ ഉണ്ടായിരുന്നു, ഒരു അഖിലേന്ത്യാ ഹർത്താൽ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ എവിടെ ആയിരുന്നു? ഈ ഹർത്താൽ ഡൽഹിയിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഫീൽ? അല്ല, കേരള ബന്ദിന്റെ അന്ന് ഞങ്ങൾ ഡെല്ലിയിലായിരുന്നു. അത് കേരള ബന്ധായിരുന്നില്ലല്ലോ, അത് എല്ലാ വർഷവും അതായത് എൻ്റെ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ ഭാരത് ബന്ദ് എല്ലാ വർഷവും ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും 2 ദിവസം, കൂടുതലും 48 മണിക്കൂറാണ് കേരള ബന്ദ്. ഇപ്പൊ അത് 24 മണിക്കൂറായി. കാര്യം അവര് തന്നെ എന്തു പറയാൻ, അവര് തന്നെ സ്വയം അത് കുറച്ചു തുടങ്ങി. കാര്യം കേരളത്തിൽ പോലും ജനങ്ങൾ അത്, കേരളത്തിൽ പിന്നെ ഒരു ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്കം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഘോഷമാണ്. ഒരു ആഘോഷമാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം അവധി കിട്ടുന്നു. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഒരു ദിവസം അവധി കിട്ടിയല്ലോ. അല്ല, രാഷ്ട്രീയ പ്രവർത്തകർക്ക് അന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ്. അല്ല, കാരണം ഞങ്ങളല്ലല്ലോ അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അല്ല, കേരള ബന്ധാണ് യഥാർത്ഥത്തിൽ. അത് ഭാരത് ബന്ധാണ്, പേരേ ഉള്ളൂ. പക്ഷെ കേരളത്തിന് പുറത്തില്ല. അതെ, തീർച്ചയായിട്ടും ഡൽഹിയിലൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഗുജറാത്തിലും ഉണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാം കാര്യങ്ങൾ സ്മൂത്തായിട്ട് തന്നെ ഓടി. ഇന്ത്യയിൽ എല്ലായിടത്തും കാര്യങ്ങൾ സ്മൂത്തായിട്ടാണ് പോകുന്നത്, കേരളത്തിൽ ഒഴിച്ച്. കേരളത്തിലെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല. അതെ. അപ്പം ഞാൻ ഈ ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 4-5 ദിവസത്തെ യാത്രകൾ, പല കാര്യങ്ങൾ പുതിയതായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി, പഠിക്കാൻ പറ്റി. പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധികളുണ്ട്. ഈ കണ്ടതിൽ നിന്നിട്ടും ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന സംഭവങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ, ഇപ്പം പുള്ളി നമ്മളുടെ അയൽ പഞ്ചായത്തുകാരനാണ് ബുധനൂർ, അതായത് ആലപ്പുഴ ജില്ലയിലെ ബുധനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതെ, അതായത് ബുധനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. 60 വർഷത്തെ CPM-ന്റെ കോട്ട, 60 വർഷം ചില്ലറ, 65 വർഷത്തെ CPM-ന്റെ ഭരണം അവസാനിപ്പിച്ച
ആളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പം ഡെഫിനറ്റ്ലി ബുധനൂർ എൻ്റെ അയൽ പഞ്ചായത്തും കൂടിയാണ് ബുധനൂർ എന്ന് പറയുമ്പോൾ. ബുധനൂർ വളരെയധികം എക്സ്പെക്റ്റേഷനോട് കൂടിയായിരിക്കും സാറിനെ ഇപ്പോൾ ഡൽഹിക്ക് പറഞ്ഞു വിട്ടതായാലും ശരി, ഇവൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തതായാലും ശരി. ഇപ്പം ചാണി എന്നൊക്കെ പറയുന്നത് പഞ്ചായത്തിൻ്റെ ടെറിട്ടറിയിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന നമ്മുടെ മെഡിക്കൽ സെൻ്ററുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അപ്പം ഈ ഒരു പുതിയ അനുഭവത്തിൽ നിന്നിട്ട് സാറ് പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് എന്തായിരിക്കും? ഇവിടെ നമ്മൾ വിചാരിച്ചോളം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമ്മുടെ അവിടെ വളരെ വലുതാണ്. ഓ, അപ്പം അത് അവിടെ ഇഷ്ടം പോലെ മഴയും ഡാമുകളും ഒക്കെ ഉണ്ടെങ്കിൽ ചുറ്റിനും തന്നെ പാടവുമാണ് ബുധനൂർ ചുറ്റും പഞ്ചായത്ത്. പാടവുമാണ്. ആലപ്പുഴയെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ പ്രശ്നം വളരെ വലുതാണ്. അപ്പം നമുക്ക് ഏറ്റവും പെട്ടെന്ന് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ട് ശുദ്ധജല വിതരണമാണ്. അപ്പോൾ ഇവിടുത്തെ സംവിധാനം നോക്കുന്നതന്നെ വളരെ വലിയ സംവിധാനമാണ്. അതിൻ്റെ ഒരു ചെറിയ പോർഷനെങ്കിലും നമുക്കവിടെ നടത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. കാരണം ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ് ഇവിടെ 135 വർഷമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു വെള്ളത്തിൻ്റെ പദ്ധതി. അതുപോലെ തന്നെയാണ് അവർ വേറൊരു പദ്ധതി ഇപ്പം അതിനൊരു ബദൽ സംവിധാനം കണ്ട് അവർ വീണ്ടും ആവിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവർ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് ലാഭനഷ്ട കണക്ക് അവർ നോക്കുന്നില്ല. ജനങ്ങളുടെ എത്ര ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളവിടെ ചിന്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അവിടെ ഇങ്ങനൊരു ചിന്താഗതിയില്ല. ജലജീവൻ മിഷൻ്റെ പദ്ധതി വന്നിട്ട് അതൊന്ന് ഒപ്പിടാൻ പോലും ധാരണയായിട്ടില്ല. 5 പഞ്ചായത്തുകൾക്ക് വെള്ളത്തിൻ്റെ സംവിധാനമായിട്ടൊരു പദ്ധതി ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ ദിവസം വരെ അതിനൊരു പോംവഴി ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ ശുദ്ധജല വിതരണത്തിൻ്റെ ഒരു പോംവഴി കണ്ടെത്താം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. അത് കഴിഞ്ഞാണ് നമ്മൾ അതിൻ്റെ എല്ലാം അഗ്രികൾച്ചർ രീതിയായാലും ഈ വെള്ളം കൊണ്ട് നടത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ ശുദ്ധജലം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ സമുദായവും അവിടെ കുഴിച്ച മണൽക്കുഴികളാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു മത്സ്യകൃഷി പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ആ ശുദ്ധജലത്തിൻ്റെ ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം മാത്രമല്ല ഈ വെള്ളത്തെ സംബന്ധിച്ച് ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്ന വെള്ളം, ആ വേസ്റ്റ് വാട്ടർ നമുക്ക് പല കാര്യങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ധാരണ. അത് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. വളരെ ഗ്രേറ്റ്. എന്താണ് മുനിസിപ്പാലിറ്റിക്കാരുടെ ഒരു ഒപ്പീനിയൻ? അതായത് കഴിഞ്ഞ 2 ദിവസത്തെ കറക്കം കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫണ്ടിങ് നമ്മുടെ കേരള സർക്കാർ കൂടി സഹകരിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കൂ. കാരണം നമ്മൾ എന്ത് പ്രവർത്തിക്കും നല്ല പദ്ധതികളുണ്ടെന്നാൽ എതിർക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ കാരണം. എങ്കിലും കേന്ദ്ര സർക്കാർ ബഹുമാനയുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ഈ ആശയങ്ങൾ പറയുക, എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള അവർ ഉറപ്പായും സഹായിക്കുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ പറഞ്ഞ പദ്ധതികളെല്ലാം, ഒരു പദ്ധതി എന്നല്ല, എല്ലാ പദ്ധതികളും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. ഈ 5 വർഷം ഞങ്ങളുടെ ഭരണ കാലാവധി ഉണ്ട്. ഞങ്ങളിപ്പോൾ വെറും ഒരു 40-45 ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ ഈ അധികാരം ഏറ്റിട്ട്. ഇപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല വഡോദരയിൽ ഞങ്ങൾക്ക് വന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, എങ്ങനെയാവണം, ഞങ്ങൾ വികസനം മാത്രം പഠിക്കാനാണ് വന്നത്. എന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം, ഒരു മനുഷ്യൻ എങ്ങനെ എല്ലാവരും ഒരുപോലെ കാണണം എന്നുകൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഞങ്ങളോട് പെരുമാറുന്ന രീതി, അതാവും എല്ലാവരും ഒരുപോലെ ഒരു കോർത്തിണക്കിക്കൊണ്ട് എല്ലാവരും ഒരു കുടുംബമാണെന്നുള്ള ഒരു വസുദൈവ കുടുംബകം എന്നുള്ള പഴയ ആ ഒരു കാഴ്ച കുടുംബം തന്നെയാണ്. അവിടെ വന്ന സമയത്ത് കണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ. പട്ടിണി അടക്കുന്ന ഒരു മലയാളിയെ പോലും ഗുജറാത്തിൽ കണ്ടില്ല. 10 ലക്ഷത്തോളം മലയാളികൾ. ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സുരേഷ് ഏട്ടൻ മലയാളിയാണ്. ഇത് ഈ നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് എത്തിയിട്ടുള്ള പ്രതിനിധി സംഘത്തിന് 2 ദിവസം ഗുജറാത്തിൽ എസ്പെഷ്യലി ബറോഡയിൽ മൊത്തവും കൊണ്ട് നടന്ന് കാണിച്ച് കൊടുത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടും ഈ ഒരു എൻ്റയർ പദ്ധതി അല്ലെങ്കിൽ എൻ്റയർ ട്രിപ്പിനെ കോർഡിനേറ്റ് ചെയ്ത് ബറോഡയിലെ മാത്രമല്ല ഗുജറാത്തിൽ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സുരേഷ് പാലമൽ. BJP അന്യഭാഷാ സെൽ പ്രസിഡൻറ്റും കൂടിയാണ്. സുരേഷ് ഭായ്, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസം? അതായത് എസ്പെഷ്യലി ചിലപ്പം ഈ പറയുന്ന അമിത്ഷാ അതുപോലെ നരേന്ദ്രമോദിയൊക്കെ നിങ്ങൾക്കും പ്രഷർ തന്നിട്ടുണ്ടായിരുന്നായിരിക്കും. കേരളത്തിലെ BJP പ്രവർത്തകർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കണം, അറ്റ് എനി കോസ്റ്റ്
നമ്മൾ കേരളം പിടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള കണ്ടീഷനിൽ. സോ ആ ഒരു അനുഭവം, അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ വന്നതിന് ശേഷമുള്ളൊരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരുടെ വിസിറ്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഡെയിലി റിപ്പോർട്ടിങ് സംഭവങ്ങളൊക്കെ നേരിട്ട് തന്നെ PMOയ്ക്ക് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ദില്ലിയിൽ നിന്ന് IT സെല്ലിൻ്റെ ടീം ഡെയിലി അവരുടെ റിപ്പോർട്ട് ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വർക്കിംഗ് സ്റ്റൈല്, അവരുടെ ബജറ്റിങ്, അതിൻ്റെ എല്ലാം പ്രസൻറ്റേഷൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കമ്മീഷണർ അരുൺ മഹേഷ് ബാബു അവരെ കാണിച്ചു. പിന്നെ മറ്റു പല ഡെവലപ്മെൻറ്റ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ എല്ലാവിധ സഹായങ്ങളും ടെക്നിക്കലി അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്യാമെന്ന് കമ്മീഷണർ അവരെ അറിയിച്ചു. ഈവൻ അങ്ങേരുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്തു. എപ്പോൾ വേണേലും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ആർക്കും കൊടുക്കാത്ത പേഴ്സണൽ നമ്പർ, ഫാമിലിക്ക് മാത്രം കൊടുക്കുന്ന നമ്പർ അവർക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അത്രയ്ക്ക് സപ്പോർട്ട് ബറോഡ മുനിസിപ്പൽ കോർപ്പറേഷൻ്റേതും അതുപോലെ തന്നെ മേയറായാലും ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരും വളരെ നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുത്തു. എല്ലാവിധ സപ്പോർട്ടുകളും, ഈവൻ ബ്ലൂ ബോണ്ടിനെ കുറിച്ച് സംസാരിച്ചു, ഗ്രീൻ ബോണ്ടിനെ, അതൊക്കെ അവിടെ കേരളത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് മുനിസിപ്പൽ കോർപ്പറേഷന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും അതുപോലെ ഫണ്ട് സ്വരൂപിക്കാനൊക്കെ ഉള്ള ഒരു മാർഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ടെക്നിക്കൽ ഗൈഡൻസും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്നും അതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിയുടെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. പൊതുവെ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾക്ക് മീൻസ് ഈ സോഷ്യൽ മീഡിയകളിൽ കൂടിയുള്ളൊരു അറിവാണ് ഗുജറാത്ത് ഒരു ഭീകര സംസ്ഥാനമാണ്, ആളുകളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണല്ലോ പൊതുവേ ഉള്ളൊരു സംസാരം. നിങ്ങളുടെ ഒരു കഴിഞ്ഞ 2 ദിവസത്തെ എൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഉള്ള സന്ദർശനമായിരുന്നു. പല തരത്തിലുള്ള ആളുകളുമായിട്ട് ഉള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താണ് നിങ്ങൾ കണ്ട ഒരു റിയൽ ലൈഫ് ഗുജറാത്ത്? പിന്നെ അതിനേക്കാളൊക്കെ ഉപരി പക്ഷേ നിങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി മിസ് ചെയ്തല്ലേ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി വിസിറ്റ് ചെയ്തില്ല. ആ, ഇല്ല, നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇതുവരെ പോയില്ല. ഓക്കെ. കാരണം അവിടെ പോകുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം മൊത്തം വേണം. അതെ, ഡെഫിനറ്റ്ലി. നമ്മളുടെ ഇവിടുത്തെ രവീഷ് ഭായ്, ഇവരുടെ വിസിറ്റ് പ്യൂർലി മുനിസിപ്പൽ ഏരിയയിൽ മുനിസിപ്പൽ കോർപ്പറേഷനുമായിട്ടുള്ള ഒരു സ്റ്റഡി ടൂർ പോലുള്ള ഒരു ടൂറായിരുന്നു. റൈറ്റ്. അല്ലാതെ ഇത് കറങ്ങാൻ വേണ്ടിയിട്ട് ലെഷർ ട്രിപ്പ് അല്ലായിരുന്നു. ഇവർക്ക് ഫുൾ ഡേ, ഇവർക്ക് ഈവൻ വിശ്രമിക്കാൻ പോലും സമയം കൊടുക്കാതെ ഞങ്ങൾക്ക് ഇവരെ കൊണ്ട് പല സ്ഥലങ്ങളിലും ടൈം ഷീറ്റ് ഞാൻ കണ്ടായിരുന്നു. ലഞ്ചിന് പോലും 15 മിനിറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് അതിൻ്റെ ഇൻചാർജ് ഇവരുടെ അടുത്ത് വിശദമായി സംസാരിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആജ്വാൽ ലേക്ക് വെള്ളം എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, 135 വർഷം പഴക്കമുള്ള സർ സയാജിറാവു ഗായിക്വാഡ് നിർമ്മിച്ച ഒരു ആജ്വ ഡാമാണ്. അതിന് 50% ഓഫ് ബറോഡ വെള്ളം കൊടുക്കുന്നത് ആ ഡാമിൽ നിന്നാണ്. അപ്പോൾ ആ ഡാമിൽ ഗ്രാവിറ്റി ലൈനിൽ കൂടെ വെള്ളം കൊടുക്കുന്നു. ഇപ്പോൾ അവർ സെപ്പറേറ്റ് വേറൊരു ലൈനും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ബറോഡയിൽ വെള്ളത്തിൻ്റെ ക്ഷാമമുള്ളത് കാരണം പല സമയങ്ങളിലും വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാകാറുണ്ട്. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ലൈൻ, അത്രയും ഇപ്പോൾ ഉള്ള ലൈനിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ലൈനും കൂടെ അവരിപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. 62 crores ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഇവർ വന്നതെന്ന് പറഞ്ഞാൽ ലെഷർ ടൂറിലല്ല, സ്റ്റഡി ടൂറിലാണ്. കംപ്ലീറ്റ് അവർക്ക് വേണ്ടത് നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടി. ആ രീതിയിൽ പ്രധാനമന്ത്രിയുടെ PMOയുടെ ഡയറക്ഷനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അത് ഏതായാലും പറഞ്ഞത് കാര്യമായി. കാരണം ഇപ്പം കൂടുതലും നാട്ടിൽ പറയുന്നത് 151 പേര് ജനങ്ങളുടെ പൈസ ബർബാദാക്കാൻ, മീൻസ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നു, ദൂർത്തടിക്കാൻ പോയിരിക്കുന്നു എന്നൊക്കെയാണ് പല ഈവൻ ഇൻക്ലൂഡിങ് വാർത്താ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വാസ് എ ലിറ്ററലി സ്റ്റഡി ടൂർ, റൈറ്റ്? അപ്പം കൺക്ലൂഡ് ചെയ്യാം നമുക്ക്.
എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മളുടെ മലയാളികൾക്ക്, എസ്പെഷ്യലി കേരളത്തിലുള്ള മലയാളികൾക്ക് ഗുജറാത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട റിയൽ ഗുജറാത്ത് എന്താണെന്നുള്ളതൊന്ന് ഒരു 2 വാക്കിൽ പറയാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യം അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത മറ്റ് പഞ്ചായത്തിലെ, ഇപ്പോൾ 30 പഞ്ചായത്ത് കേരളത്തിൽ BJP ഭരിക്കുന്നുണ്ട്, ആ പഞ്ചായത്തിലെ പ്രസിഡന്റുമാരോ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ ആരും തന്നെ ഞങ്ങളുടെ ഈ 119 പേരിൽ ഒരാൾ പോലും കേരളത്തിലെ ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെയും 1 രൂപ ചെലവിലല്ല ഡൽഹിയിൽ വന്നത്, യാത്ര ചെയ്തത്. യെസ്, ഞങ്ങളല്ല, ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ്. ചെയ്ത് തന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്ന് അപ്പോൾ അതൊരു വരുത്താൻ വേണ്ടിയിട്ട് അതായത് ജനങ്ങളുടെ പൈസ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനു മുമ്പും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതാണ് അതിന്റെ വാർത്തയുടെ സത്യാവസ്ഥ. ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഗുജറാത്തിനെ ഒരു ഭീകര സംസ്ഥാനമായിട്ട്, അതായത് ഇപ്പോൾ ഗുജറാത്ത് ഒരു ഭീകര സംസ്ഥാനമാണെന്ന് കേരളത്തിൽ പറയപ്പെടുന്നു എന്ന് ഇപ്പോൾ താങ്കൾ ഇവിടെ പറയാനുള്ള കാരണം, പലപ്പോഴും കാണാറുണ്ട് ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പലരും അങ്ങനെ സാമൂഹ്യ അഭിപ്രായപ്പെടുന്നത്. മാധ്യമങ്ങളിൽ കാണുന്നതിന്റെ ഒരു കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടി. കൊടുക്കുന്ന ഒരു ചിത്രം അങ്ങനെയാണ്. അതെ. ഇത്രയേ ഉള്ളൂ. മാധ്യമങ്ങൾ പല രീതിയിലും പല സമയത്ത് പല കാര്യങ്ങളും വളച്ചൊടിക്കുന്നുണ്ട്. അതിനൊന്നും ഞങ്ങൾ മുകളിലേക്ക് എടുക്കാറ്. പെർഫെക്റ്റ്. മുൻപും പല കലാപങ്ങളും നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും കേരളത്തെക്കുറിച്ച് അവരാരെങ്കിലും പറയുന്നില്ല. എന്തോ ചെറിയ പ്രശ്നങ്ങൾ അത് ഇപ്പോഴും രാഷ്ട്രീയമായി വൽക്കരിക്കുകയാണ്, ജാതീയവൽക്കരിച്ചുകൊണ്ടാണ് അതെ. നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും പൂന്തുറ കലാപം, മാറാട് കലാപം ഇതെല്ലാം കേരളത്തിലാണ് നടന്നിട്ടുള്ളത്. അതെ, അതെ, അതെ. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ ഒരു മാധ്യമങ്ങളെക്കുറിച്ച് പറയുകയോ അങ്ങനെ ഭീകരമാണ് കേരളമെന്നോ അവർ പറയാൻ സമ്മതിക്കുകയില്ല. പറയാനുള്ള ഒരുപാട് കലാപങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ബലിദാനികളുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തില് പറഞ്ഞാൽ തീരാത്തത്ര കലാപങ്ങളുണ്ട്. അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ 2026 വരെ 1 ഡസനിലധികം കലാപങ്ങൾ കേരളത്തിൽ. ബലിദാനികൾ, അതായത് 300-ലധികം നമ്മുടെ പ്രവർത്തകന്മാരുടെ ജീവൻ ഞങ്ങൾക്ക് പല സാഹചര്യത്തിലും നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 1968 കേരളത്തിലെ ആദ്യത്തെ ബലിദാനി എന്ന് പറയുന്നത് ശ്രീ വാടിക്കൽ രാമകൃഷ്ണനാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിയാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ അത്തരത്തിലുള്ള ഭീകരമായ സാഹചര്യമൊന്നും എന്തായാലും ഗുജറാത്തിലില്ല. ഈ ഗുജറാത്തിനെ പറ്റി വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ ഒരുപാട് മന്ത്രിമാർ, MLA മാർ, MP മാരൊക്കെ ഗുജറാത്ത് സന്ദർശിച്ച സമയത്ത് അവരെല്ലാം ഇവിടുത്തെ വികസന മാതൃകകളെ വളരെ നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൻ്റെ വികസന മാതൃകയെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഗുജറാത്തിനെ പറ്റി മോശമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചിലവിന് ഞങ്ങൾ അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്. ഉറപ്പായിട്ടും. കാര്യം കേരളത്തിൽ നിന്ന് 10 ലക്ഷം മലയാളികൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നു. എല്ലാവരും ബിസിനസ് ചെയ്യാണ്. ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോൾ സുരേഷ് ഏട്ടൻ, ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി വന്നിട്ട് 55 വർഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ 10 ലക്ഷത്തോളം മലയാളികൾ ഇവിടെ പട്ടിണിയാണ്, ഇവിടെ ഭീകരമായൊരു സാഹചര്യമാണെങ്കിൽ എന്തിനാണ് കേരളത്തിൽ നിന്ന് ഇത്ര? എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് ഗുജറാത്തിലാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം 10 ലക്ഷം മലയാളികൾ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല. അപ്പം അത്രയും പേർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഗുജറാത്ത് ഒരു മനോഹരമായിട്ടുള്ള അത് ഹൈ സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ കണ്ട മലയാളികൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ, നല്ല കാറിൽ യാത്ര ചെയ്യുന്നു, നല്ല ഫ്ലാറ്റിൽ അല്ലെങ്കിൽ വീട്ടിൽ നല്ല രീതിയിൽ താമസിക്കുന്നു, സ്വന്തമായിട്ട് വലിയ വലിയ ബിസിനസ് റൺ ചെയ്യുന്നു. മോശപ്പെട്ട സാഹചര്യത്തിലല്ല. അപ്പം അവർക്ക് അങ്ങനെ ഒരു മെച്ചപ്പെട്ട ജീവിത നിലവാരം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുജറാത്തിൽ സാധിക്കുമെങ്കിൽ എങ്ങനെ ഗുജറാത്ത് ഒരു ഭീകര സംസ്ഥാനമാവും? ഗുജറാത്ത് ഒരു വികസന മാതൃകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ നേരിട്ട് കണ്ട ഗുജറാത്ത്. തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും നിർത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ സ്നേഹം അത് എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ്. ഇവിടെ വന്ന സമയം മുതൽ കേരളം നമ്മുടെ BJPയുടെ, നമ്മളിവിടെ വന്നിറങ്ങിയ BJPയുടെ സംസ്ഥാന MLA ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്വീകരിക്കാൻ. അതുപോലെ ഡെപ്യൂട്ടി മേയർ, കമ്മീഷണർ, അതുപോലെ മുനിസിപ്പൽ കമ്മീഷണർ, അതുപോലെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, അതിൻ്റെ യുവമോർച്ചയുടെ എല്ലാ ചുമതലയുള്ള ആൾക്കാർ, അവരൊക്കെ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം, അതുപോലെ മലയാളി സമാജം, ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുന്ന ഒരു ഫീലിങ്സ് ആണ് ഞങ്ങൾക്ക്. ഞങ്ങൾ അമ്പലത്തിൽ പോയി അവിടെ നിന്ന് കിട്ടിയ സ്വീകരണങ്ങൾ, അയ്യപ്പ ക്ഷേത്രം, അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം ഞങ്ങളെ ഒരു കുടുംബമായി കണ്ടു. ഇത്രയും സ്നേഹം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം സ്നേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരിക്കലും
ഈ പറയുന്ന ചാനൽ പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനൊരു സ്നേഹം നേടില്ല. അത് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ്. ഞങ്ങളും ഇനി ഇതുപോലെ ആവാൻ ശ്രമിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ് ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകുന്നത്. വളരെ ഏകദേശം വളരെ അധികം നല്ല സമയം ഞങ്ങൾ ഗുജറാത്ത് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഗുജറാത്തിനെ പറ്റി പഠിക്കാൻ വന്നു. അതായത് കേരളത്തിൽ നിന്നിട്ട് കുറച്ച് ആളുകൾ പാർട്ടി ഏതായിക്കോട്ടെ വന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗുജറാത്ത് മലയാളികൾക്കും കൂടി അതൊരു അഭിമാനം തന്നെയാണ്. ബിക്കോസ് ഞങ്ങളുടെയും കൂടെ ചോരയാണ്, ഞങ്ങളുടെയും കൂടെ വിയർപ്പാണ് ഇന്ന് ഈ കാണുന്ന ഗുജറാത്ത്. വളരെ സന്തോഷം. അത്യാവശ്യം സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ ഗുജറാത്ത് മലയാളികൾക്ക് വേണ്ടിയിട്ടും Thank ഗുജറാത്തി you. മലയാളത്തിന് വേണ്ടിയിട്ടും ചെലവഴിച്ചത്.